ഒരു ആ പ്രോബ്ലം എങ്ങനെ സോൾവ് കീപ്പ് ചെയ്യാം. ഡിസഗ്രിമെൻ്റ് അല്ലല്ലോ, ഡിസഗ്രിമെൻ്റ് ആണെങ്കിൽ കൂടിയും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുള്ളത് ഉൾക്കൊള്ളിച്ചായിട്ട് അടിപൊളി എന്നല്ല. സോ എത്ര പേർക്ക് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു ലെറ്റ്സ് ടോക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിഹിതങ്ങളൊന്നും സംഭവിക്കാണ്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. സോ ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് മാരേജ് കഴിഞ്ഞിട്ട് കല്യാണത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത, കല്യാണം കഴിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ കുറേ കലഹങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്കണം എന്നാലോചിക്കുന്ന, അല്ലെങ്കിൽ കുറ്റബോധങ്ങളൊക്കെ വന്നിട്ട് തിരിച്ച് പാർട്ട്ണറിൻ്റെ കൂടെ നല്ലൊരു ലൈഫ് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു ബന്ധമില്ലാണ്ട് കല്യാണം കഴിച്ചവർ, അങ്ങനെ ഒട്ടുമിക്ക രീതികളിലാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ നമുക്കത് വരാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ലോകത്ത് സംഭവിക്കില്ല എന്നായിരിക്കും. പക്ഷെ അങ്ങനല്ല. അങ്ങനെ പല രീതിയിലുള്ള പല തരത്തിലുള്ള കല്യാണങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇനി അവർക്കല്ല, എല്ലാവരും കണ്ടുവെച്ചു. ബിക്കോസ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വരുമ്പോൾ കല്യാണം കഴിക്കണമല്ലോ. സോ ആ സിറ്റുവേഷനിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. സോ ചിലപ്പം പണ്ടത്തെ പോലെ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് വീഡിയോ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോവാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇനിവേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ, ലാസ്റ്റ് ഇട്ട വീഡിയോ അവിഹിതം പാർട്ട് 2 നല്ലൊരു വ്യൂസാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വ്യൂസ്. അധികം വ്യൂസ് കിട്ടലുണ്ട്, പക്ഷെ എന്നാലും ഒരു 2-3 ഡേയ്സിനുള്ളിൽ നോർമലി വ്യൂസ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ സപ്പോർട്ടാണോ അതോ വല്ലതും ഒളിഞ്ഞ് നോട്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും കണ്ടത് തീർത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. അതേപോലത്തെ ടോപ്പിക്ക് നമ്മൾ വിട്ടിട്ടില്ല. ബിക്കോസ് നമുക്ക് വേറെ കുറേ ടോപ്പിക്കിലൂടെ നമുക്ക് വരേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ടോക്ക് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ തിരുമ്പി വരും. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സത്യസന്ധമായിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്ത് തേങ്ങ വന്നാലും സത്യം ഓപ്പണായിട്ട് പാർട്ട്ണറിനോട് പറയുക. വിച്ച് മീൻസ് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ, വല്ല മണ്ടത്തരമൊക്കെ ചെയ്തിട്ട് അത് വന്ന് വിളമ്പാനല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ബേസിക്കലി പല ഗേൾസിനും ഒരു ഇതുണ്ടാവും. ലൈക്ക് കല്യാണത്തിന് മുമ്പേ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ലൈക്ക് നമ്മളെ കരിയർ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, ലൈക്ക് ട്രാവൽ ചെയ്യുക, സോളോ ട്രിപ്പ് ചെയ്യുക, അങ്ങനത്തെ പല പെണ്ണുങ്ങൾക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. സോ ഇത്തരത്തിലുള്ള രീതികൾ നമ്മൾ വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാണ്ടോ? ഇപ്പോൾ കല്യാണത്തിന് പോകുന്നത് കൊണ്ട് ഇതൊന്നും ഇനി പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെങ്കിൽ നമുക്കത് നമ്മുടെ പാർട്ട്ണറിനോട് തുറന്ന് പറയുക. അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കണത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് ആ ഒരു ഇത്. മനസ്സിലാണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല കേട്ടോ, അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കല്ലേ. പക്ഷെ ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ആവുന്നുണ്ടല്ലോ അല്ലേ? അത് മതി, അതാണ്. അപ്പം നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, വല്ല അവിഹിതത്തിൽ ഏർപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ആ ഒപ്പടല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ആ തരത്തിലുള്ള സത്യസന്ധത പുലർത്തണോ നിങ്ങളുടെ ജീവിതത്തിൽ, അതൊന്നും എനിക്ക് എൻ്റെ വിഷയമല്ല, ഇപ്പോഴത്തെ ടോപ്പിക്കല്ല. സോ അത് ഞാനിവിടെ മാറ്റിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയുക. നമ്മൾ പാർട്ട്ണറിന് വേണ്ടി നമ്മൾ മാറി നിൽക്കാനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അത് റെസ്പെക്ട് ചെയ്യാൻ, നമുക്കും ആഗ്രഹങ്ങളുണ്ട്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ധാരണ കിട്ടും. നമ്മുടെ വൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് പുതുതായിട്ട് നമ്മുടെ പാർട്ട്ണറാണല്ലോ. സോ ആ വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിലാണെങ്കിൽ മൂപ്പരെ ചിന്തിക്കും. ചിലപ്പോൾ ലൈക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ മൂപ്പർ സപ്പോർട്ട് ചെയ്യും, നല്ലവരാണെന്നുണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കലുണ്ടെങ്കിലും മനസ്സിലാക്കായ്മയും കൂടെ ഉള്ളതാണ് സത്യം. നമ്മൾ പല ന്യൂസസ് കാണുന്നതല്ലേ. സോ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോ എന്ത് വന്നാലും നമ്മൾ തുറന്ന് സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഒരു പ്രോബ്ലത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ നടന്ന സംഭവമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവമായിരിക്കും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംഭവമായിരിക്കും. അങ്ങനെ പുള്ളിക്കാരൻ്റെ ചുറ്റുപാടിലുള്ള പല കാര്യങ്ങളും സംസാരിക്കാം. ആസ് എ പാർട്ട്ണറോട് എല്ലാം തുറന്ന് പറയുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയും. ആ പറയുന്ന ടൈമിൽ
ഓ ഇതെന്ത് പറയാനാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് ആണോ നമ്മൾ കുറച്ചും കൂടി അവരുടെ സംസാരം കേൾക്കാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കാൻ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു ഇതെങ്കിലും ബാക്ക് സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് പറയാനുള്ള ഒരു ഇത് വരും. മനസ്സിലാവുണ്ടോ? അത് തന്നെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫാമിലി ആകുമ്പോൾ നല്ല പ്രശ്നങ്ങൾ വരാം, പല പ്രശ്നങ്ങളും വരാം. ഓക്കെ, ഈ പ്രശ്നങ്ങൾ കാമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡീല് ചെയ്യുക. പണ്ടത്തെ കാര്യങ്ങളൊന്നും പുതിയ പ്രശ്നത്തിൻ്റെ ഇടയിൽ പറയാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് ഇവരെന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. മേ ബി ഭർത്താവിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ഈ പ്രശ്നം ഉടലെടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭർത്താവാണ് ചെയ്തതെങ്കിൽ ഭർത്താവിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വിളമ്പാണ്ടിരിക്കുക. മനസ്സിലാണോ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഇത് ഒന്ന് സമാധാനമായിട്ട് സംസാരിച്ച് പണ്ടത്തെ കാര്യങ്ങളൊന്നും കുറ്റപ്പെടുത്താണ്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പമ്പ കിടക്കും ഗൈസ്. സീരിയസ്ലി, ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല, ഈവൻ എനിക്കും. ഞാൻ നാളെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കും ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാനും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ടിടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാം. ലൈക്ക് ഒരാൾക്ക് ഇപ്പോൾ ചായ കുടിക്കണം, ഒരാൾക്ക് കോഫി കുടിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, എൻ്റെ പാർട്ട്ണറിനോട് ഞാൻ പറയുകയാണ്, നിങ്ങളും ചായ കുടിച്ചാൽ മതി, എനിക്ക് ചായയാണ് ഇഷ്ടം, സോ നിങ്ങൾ ചായ കുടിച്ചാൽ മതി. അതെന്ത് യുക്തിയാണുള്ളത്? അവരുടെ ആഗ്രഹം കോഫി ആണെങ്കിൽ അവരത് കുടിക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ ലോകത്തൊക്കെ നടക്കുമോ? നടക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്ത് തന്നെ പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ള മറ്റുള്ള പേഴ്സൺസിനെ എഫക്റ്റ് ചെയ്യാത്ത ഓപ്ഷൻസ് ആണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക. അതിപ്പോൾ ഡിസഗ്രിമെൻ്റ് ആണെങ്കിലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവർക്ക് ചായ ആണ്, ഓക്കെ ഫൈൻ, ചായ. ഇനി ഇന്നത്തെ അല്ലാത്ത വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഞാൻ പറയുന്നത് എനിക്ക് തുണി ഷോപ്പ് തുടങ്ങണം. ഐ മീൻ ഗേൾസിൻ്റെ, എൻ്റെ ഹസ്ബൻഡിന് ബോയ്സിൻ്റെ. രണ്ടും ഡിസഗ്രിമെൻ്റ് ആണ്. എനിക്ക് ബോയ്സിൻ്റെ കണക്ക് ഗേൾസിൻ്റെ ഷോപ്പ് തുടങ്ങാൻ മതി എന്നായിരുന്നു. പക്ഷേ എനിക്ക് മറ്റടുത്ത് എക്സാമ്പിൾ പോയി. അപ്പോൾ കുഴപ്പമില്ല, ആദ്യത്തെ എക്സാമ്പിൾ മതി, നമുക്കതാണ് കുറച്ചും കൂടി ഉചിതം. സോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഓപ്ഷൻസ് ആണെങ്കിലും അവരുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഇനിയിപ്പം റെസ്പെക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. റെസ്പെക്റ്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ കസേരൊക്കെ എണീറ്റെടുത്ത് ബഹുമാനിച്ച് അങ്ങ് തൊഴുത്, അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് കീപ്പ് റെസ്പെക്റ്റ്. അവരെ സംസാരിക്കുമ്പം നമ്മൾ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഓ ആണോ അങ്ങനെ ആ ഒരു രീതിയിലുള്ള റെസ്പെക്റ്റ് പരസ്പരം കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഇൻസൾട്ട്, പിന്നെന്ന് വെച്ചാൽ കളിയാക്കൽ, മൂന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചു കൊണ്ട് വരാണ്ടിരിക്കുക. ഈ 3 കാര്യം അവോയ്ഡ് ചെയ്യുക. ഇത് ചെയ്യണം തന്നെ, വേറെ വഴിയില്ല, ഇത് ചെയ്തിരിക്കണം. ഓക്കെ, ആറാമത്തെ കാര്യം എന്താണെന്നറിയോ? പരസ്പരം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും, നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നാലും, വല്ല ബർക്കത്ത് സംഭവിച്ചാലും, നമ്മൾ നമ്മുടെ കാര്യമാണ്, നിങ്ങളുടെ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായി, ലൈക്ക് അങ്ങനെ പരസ്പരം. ഇപ്പോൾ ഞാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് വല്ല സംഭവിച്ചെങ്കിൽ പുള്ളിക്കാർ പറയട്ടെ, നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നന്നായി, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയണം, നീ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ ചെയ്തത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അത്തരത്തിലുള്ള കുറച്ച് അപ്രിഷ്യേറ്റ് നമുക്കിടയിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനിടയിൽ നടക്കണം. എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകും. നിങ്ങൾ വേണമെങ്കിൽ പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കിക്കോളി. ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബി ട്രൂത്ത്ഫുള്ളി ആൻഡ് റിലയബിൾ. നമ്മൾ സത്യസന്ധരായിരിക്കുക. അതായത് നമ്മൾ ഇനി ജീവിക്കേണ്ടത് ഈ ഒരു വ്യക്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെയാണ് നമ്മൾ ഇനി ലൈഫ് ലോങ് ഉണ്ടാവുക. സോ അവിടെ നമ്മളെപ്പോഴും സത്യസന്ധത പുലർത്തുക. നമുക്ക് എന്തുണ്ടെങ്കിലും, നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കുക. അവർ നമ്മളെ മനസ്സിലാക്കിയിരിക്കും. ഉറപ്പാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം ഒന്ന് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്കല്ലാണ്ട് പിന്നെ ആർക്കാ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക? സോ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ സത്യസന്ധരാവുക. നിങ്ങൾ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിക്കില്ല. ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും മണ്ടത്തരം സംഭവിച്ചു, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും മണ്ടത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എനിക്ക് ഇന്ന മിസ്റ്റേക്ക് സംഭവിച്ചു, ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ പാർട്ട്ണർ അതിലുള്ള അറിയാണ്ട് പറ്റില്ല, മലപ്പുറം അല്ലല്ലോ, ലൈക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് വരും. ഓക്കെ, നല്ലൊരു പോയിന്റാണ്. എട്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ?
കീപ് പ്രോമിസസ് whenever possible. ഓക്കെ, അതായത് നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് നമ്മുടെ പാർട്ട്ണർ, പറ്റുന്ന വേളയിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ നമ്മളിത് മറന്നേക്കാം, പക്ഷേ നമ്മൾ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോമിസ് കൊടുക്കുന്ന വ്യക്തി അത് മറക്കണമെന്നില്ല. മനസ്സിലാവുണ്ടോ? ഈ പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു തരാം, അതായിരിക്കില്ല മെയിൻലി പ്രോമിസസ് പല കപ്പിൾസ് കൊടുക്കുക. സോ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോമിസസ് എപ്പോഴും ചെയ്യണ്ട. ഇനി ചെയ്യുവാണേൽ ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കത് നിറവേറ്റി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബാധ്യതയും നമ്മളെ പാർട്ട്ണറിനുണ്ട്. പ്രോമിസ് കൊടുക്കുകയാണ്, നിങ്ങളുടെ വൈഫിന് കൊടുക്കുകയാണ്, എടി എനിക്ക് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്തു തരാം. ഇത് നിങ്ങൾ ചിലപ്പോൾ മറക്കും, വൈഫ് അത് ഓർത്ത് വയ്ക്കും, എന്തായാലും ഓർത്ത് വയ്ക്കും. ചില സമയങ്ങളിൽ അവർ ഇങ്ങനെ, ചില സമയങ്ങളിലല്ല, അത് ഓർത്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ കിട്ടിയതാക്കിയിട്ട് പക്ഷേ നിങ്ങളെ പ്രോമിസ് അവിടെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാര്യമാക്കൂല. ഇത് സില്ലി മാറ്റർ അല്ലേ, ചിലപ്പോൾ ഇട്ടായി എന്താണെങ്കിലും അവിടെ കാര്യത്തിനല്ല മാറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യത്തിനല്ല അവർ മാറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ വാക്ക് ഈ ചെറിയ കാര്യമാണെങ്കിൽ, ഒരു റോസാപ്പൂ ആണെങ്കിൽ കൂടിയും അത് പെണ്ണുങ്ങൾ മനസ്സിൽ വയ്ക്കും. സീരിയസ്ലി ഞാൻ പറയുന്നതാണ്. നോർമലി നമ്മൾ അങ്ങനെയാണ് ഗേൾസ്. ഒരു ചെറിയ കാര്യമായിരിക്കുക, അവരെ കൊണ്ട് കുറേ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കുക, പക്ഷേ അതവർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു യുദ്ധമായിട്ട് ഗേൾസ് ഇങ്ങനെ പെരുമാറും. സത്യമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ പലരും അത് ലൈഫിൽ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നത്തിനൊക്കെ വഴിയൊരുക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള സാധനം, അതായത് പ്രോമിസ് നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ, എൻ്റെ മൊത്തപ്പാ സീനാണ്. സോ ടേക്ക് കെയർ ദിസ്. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും എന്ത് വരാം, ഡിസഗ്രിമെൻറ്റ്സ് വരാം, അതായത് വ്യത്യാസങ്ങൾ വരാം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എനിക്ക് ചായ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കോഫി ആയിരിക്കാം. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. മനസ്സിലാണോ? ഇതൊരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, അതായത് ഞാൻ ചായ കുടിക്കുന്നു, അവർ കോഫി കുടിക്കുന്നു. എനിക്ക് ദേഷ്യപ്പെട്ട്, നീ ഇനി മുതൽ നീ എന്നെയാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് നീ ഇനി കോഫി കുടിക്കേണ്ട, ചായ കുടിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ബിക്കോസ് സീരിയസ്ലി നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് തോന്നണം, ചായയും കോഫീൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് എത്താവൂ. ഉണ്ട് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് കരുതിയാൽ മതി. ഡിഫറൻസ്, ഒരു പാർട്ട്നേഴ്സ്, ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ തമ്മിലുള്ള കാര്യങ്ങളിൽ പല ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നോർമലാണ്. കാരണം രണ്ടും അവിടെ ഇവിടെ നിന്ന വ്യക്തികളാണ് ഒന്നായിട്ട് പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നത്. സോ ഡിഫറൻസ് വരാം, ഡിസഗ്രിമെൻറ്റ്സ് വരാം. സോ അതൊക്കെ ഒരു നോർമലായിട്ട് കാണാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ രണ്ടുപേർക്കിടയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും എന്താക്കുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. സൊല്യൂഷനിലായിരിക്കണം നമ്മുടെ ഫോക്കസ് പോവേണ്ടത്, അല്ലാണ്ട് ആർഗ്യുമെൻ്റ് ജയിക്കാനായിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മൾ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് ചിലയിടങ്ങളിൽ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, അതാണ് ഇവിടെ സെറ്റായത്, അതാണ് സത്യം എന്നൊക്കെ പറയുന്നവരും നമുക്ക് ചുറ്റിലുണ്ട്. സോ നമ്മുടെ ശരികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളതാണ് ശരിയെന്ന് വാദിക്കാനായിട്ട് നമ്മൾ ഭയങ്കര തത്രപ്പാടിലാണ്. അത്തരത്തിലുള്ള തത്രപ്പാട് ഒഴിവാക്കിയിട്ട് പ്രോബ്ലം എങ്ങനെ സൊല്യൂഷന് കണ്ടെത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫോക്കസ്. സോ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത പോയിന്റ് എന്താണെന്നറിയാം, നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഗോൾസ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, അതിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുക. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഗോളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായാൽ നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം അടിപൊളിയായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ ഡിഫിക്കൽട്ട് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും കുഞ്ഞു സക്സസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവരും വിളിച്ചു വരുത്തിട്ട് ചായ കൊടുത്ത് അത് കൊടുത്ത് അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലായിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു
കുട്ടി സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാം. നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ് ആനിവേഴ്സറിക്കൊക്കെ വലിയ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല. ചില സമയങ്ങളിൽ അത് ഓർത്ത് വെച്ച് വിഷ് ചെയ്തിട്ട് ചിലർ പൂ കൊടുത്താൽ പോലും ഹാപ്പി ആവുന്ന വൈഫുകളൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട്. പക്ഷേ അതുപോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരിഭവമായിരിക്കും അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാവുക. ബിക്കോസ് അവരുടെ കൺസിഡറേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവൻ അതാണ് മെയിൻ. നിങ്ങൾ പലപ്പോഴും ഈ ബോയ്സ് അല്ലെങ്കിൽ ഈ ജെൻസ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഈ വൈഫിന് വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വലിയ സെലിബ്രേഷൻ, വലിയ കാര്യം അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർക്കുണ്ടല്ലോ അത്യാവശ്യം ഒട്ടുമിക്ക ഒരു മനസ്സിൽ കുറച്ചുകൂടി ജെന്യൂനിറ്റി അല്ലെങ്കിൽ സത്യസന്ധത ഉള്ള ഒരു ലൈഫ് പാർട്ട്ണറിന്റെ അടുത്ത് അത്ര വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അവരുടെ ഒരു ലൈഫിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ചെറിയൊരു ഇത് കിട്ടിയാൽ തന്നെ അവർക്ക് അത് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആനിവേഴ്സറി ആയിട്ട് വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു റോസാപ്പ് കൊടുക്കുകയാണെങ്കിൽ കൂടി അവർ ഹാപ്പി ആയിരിക്കും, ഉറപ്പാണ്. ഇതുപോലെ തന്നെ ഒരിക്കലും ഒരു ഗേൾസിന് മാത്രം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതുപോലെ തന്നെ വൈഫിന് കൊടുക്കാം. ആ ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ച് ചെറിയ ഗിഫ്റ്റ്, ചെറിയ സാധനങ്ങൾ, അങ്ങനെ ഓരോ കുഞ്ഞു കുട്ടി കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ പല കാര്യങ്ങളുണ്ടാവാം, പല പണികളുണ്ടാവാം, പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ഭാഗികമായിട്ട് ചെയ്തു തീർക്കാം. നോർമലി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയണ്ട, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ ആർക്കും വേണ്ടിയും സൈഡാക്കാണ്ടിരിക്കുക, നമ്മളത് കൊണ്ടുപോവുക. അങ്ങനെ കാരണം നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് ട്രാവൽ ഇഷ്ടമാണ്, സോ ഞാൻ കല്യാണം കഴിഞ്ഞാലും ഞാൻ എന്താക്കും, ട്രാവൽ ചെയ്യും വിത്ത് പാർട്ട്ണർ അല്ലെങ്കിൽ സോളോ, എന്താണെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഓണായിട്ടുള്ള എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ്. ഇനിയില്ല, ഭർത്താവ് പറയുന്നു അത് ചെയ്യണ്ട, ഇങ്ങനെ പോകണ്ട, അവിടെ ഞാൻ എന്താവാണ്, എൻ്റെ ഐഡൻറ്റിറ്റി മറിച്ചിട്ട് ഞാൻ വേറെ ആർക്കോ വേണ്ടി വേറെ രീതിയിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത്തരത്തിലുള്ള ലൈഫാണെന്നുണ്ടെങ്കിൽ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക നിങ്ങളെ ഹസ്ബൻഡിനെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാവുക, നിങ്ങൾ രക്ഷപ്പെടുക ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. ഒരു ഹെൽത്തി മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്ത് ഒരുമിച്ച് വളരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹെൽത്തി മാരേജ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. സോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ കാര്യത്തിന് കിടപ്പ് മനസ്സിലായി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ആൻഡ് കമൻറ്റ്സ്, ലൈക്ക്, ഷെയർ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയൊരു ലെറ്റ്സ് ടോക്ക് എപ്പിസോഡിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ബൈ.